കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്കയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? പശ്ചാത്തലം നമുക്കറിയാം. നിക്കോദോമോസ് എന്ന് പറയുന്ന യഹൂദ മത പണ്ഡിതൻ, ഭരണാധികാരി യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ഈ വെളിച്ചം നമുക്ക് തരുന്നത്. ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ മരിച്ചിട്ട് തൻ്റെ പാപങ്ങളെ സംബന്ധിച്ച് ദൈവം അവനെ വിധിക്കുന്നത് മാത്രമാണോ? ഈ ഭൂമിയിൽ ഞങ്ങൾ അധോഗതിയിലാണ്, ഞങ്ങൾ തകർന്നവരാണ്, ഞങ്ങൾ കഷ്ടകാലം പിടിച്ചവരാണ്, ഞങ്ങളുടെ വംശം, ഞങ്ങളുടെ രാജ്യം തന്നെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണെന്ന് പരിതപിക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ദൈവം, പിതാവായ ദൈവം വലിയൊരു കാര്യം ചെയ്തു. സുവർണവാക്യമെന്ന് പറഞ്ഞ് ലോകം മുഴുവനും എഴുതി വച്ചിരിക്കുന്നൊരു വചനമാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഏത് രാജ്യക്കാരനും ഏത് മതക്കാരനും ഏത് വർഗക്കാരനും നശിച്ചു പോകുകയില്ല, അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ ആഫ്രിക്കക്കാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും വയനാട്ടുകാരനാണെങ്കിലും ആലപ്പുഴക്കാരനാണെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് ദൈവം ഒരു വില മുടക്കി. ആ വില മുടക്കി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും മുടക്കാൻ കഴിയാത്തൊരു വില മുടക്കി. നിഷ്കളങ്കനായ, പവിത്രനായ, നിർമ്മലനായ തൻ്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചു. നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. നിങ്ങളെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവൻ ക്രൂശിൽ കയറി. നിങ്ങൾക്ക് സൗഖ്യം വരേണ്ടതിന് അവൻ തൻ്റെ രക്തം ചിന്തി. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ജീവൻ നിങ്ങൾക്ക് തരാൻ ദൈവം തയ്യാറാണ്. അത് അവഗണിച്ചാലോ? പിന്നെ അധോഗതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നമ്മുടെ തന്നെ കുറ്റമല്ലേ? ദൈവം നല്ലൊരു ഓഫർ വെച്ചിരിക്കുകയാണ്. യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വരാത്തത് യേശുവിലേക്ക്? വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കുറ്റമല്ല. നിങ്ങൾ കടക്കാരനാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കിട്ടിയില്ല, നിങ്ങളിപ്പോഴും മനുഷ്യരുടെ അടിമയാണ്. ദൈവത്തിൻ്റെ കുറ്റമല്ല. നിങ്ങളുടെ തീരുമാനത്തിലാണ് നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. നിങ്ങൾ ആ ചങ്കൂറ്റം കാണിക്കണം. എനിക്ക് മനുഷ്യൻ്റെ മതത്തിൻ്റെ ഇരുട്ട് വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെ വെളിച്ചം വേണമെന്ന് ധൈര്യത്തോടെ പറയണം, ചങ്കൂറ്റത്തോടെ പറയണം. നിങ്ങളുടെ അടുത്തുള്ള കൊച്ചു സഭയിലേക്ക് നിങ്ങൾ പോകണം. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണം. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന അതിൻ്റെ കാറ്റലോഗ് പോലെ, അതിൻ്റെ റൂൾസ് അനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നത് പോലെ മനുഷ്യനായ നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവുമുള്ള മനുഷ്യനായ നിങ്ങളുടെ കാറ്റലോഗാണ് ബൈബിൾ. ആ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അകത്തെന്തോ ചലനം നടക്കുന്നെന്ന്. യെസ്, അത് നിങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിക്കും, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരും. പാപത്തിൻ്റെ പുറകെ ആൾക്കാർ ഓടി നടക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ അതിനായിട്ട് നിർമ്മിക്കപ്പെട്ടവനല്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടത് ബൈബിളിനകത്തുണ്ട്. ദൈവം നിങ്ങൾക്ക് തരും. സകല നന്മകളും നിങ്ങൾക്ക് സ്തോത്രത്തോടെ അനുഭവിക്കാം. അതിന് പാപത്തിൻ്റെ പുറകെ പോകേണ്ടതില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? ന്യായവിധി എന്ന് പറയുന്നത് വെളിച്ചം വന്നിട്ടും, യേശു വന്നിട്ടും, അവൻ്റെ ഉപദേശം വന്നിട്ടും, സുവിശേഷം വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്.
ഇത്രയും കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്തു പോയി. അവിടെ ഒരു മലയുണ്ട്, ആ മലയിൽ കയറിയാൽ, ഇത്രയും പൈസ മുടക്കി വിദേശ രാജ്യത്ത് പോയി അവിടെ ഒരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നിങ്ങളുടെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. സത്യമാണ്, മനസ്സിനൊരു ആശ്വാസം കിട്ടും. പക്ഷേ അത് ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് ഇല്ലേ, അതാണ് നിങ്ങളുടെ ശത്രു, അതാണ് നിങ്ങളുടെ സെൽഫ്, അതാണ് നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് തടയുന്നത്. യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനായി ജീവിച്ചപ്പോൾ ചില ഭാഗ്യഹീനന്മാർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അന്വേഷിച്ചത് കൊണ്ട് ഇവൻ്റെ പുറകെ പോയില്ല. മണ്ടന്മാരെന്ന് വിചാരിച്ചിരുന്ന ചില ആൾക്കാർ ഈ അപൂർവ ഭാഗ്യം കിട്ടി. ദൈവം മനുഷ്യനായി വന്ന സമയത്ത് അവൻ്റെ കൂടെ ഇരിക്കാനും അവൻ്റെ വായിൽ നിന്ന് കേൾക്കാനും അവനെ തൊടാനും അവർക്ക് ഭാഗ്യമുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ തീരുമാനം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക്, അതെ, നിങ്ങളുടെ അയൽക്കാർക്കും നാട്ടുകാർക്കും എല്ലാം അനുഗ്രഹമാണ്. പിശാച് കള്ളനാണ്, കള്ളം പറയുന്നവനാണ്, കള്ളത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നവനാണ്. നുണയുടെ അപ്പനെന്നൊക്കെ പറഞ്ഞാൽ എന്താ? നുണയെ ജനിപ്പിക്കുന്നവനാണ് പിശാച്. അവൻ കള്ളം പറഞ്ഞ് നിങ്ങളുടെ കണ്ണ് കെട്ടിക്കളയും. എന്തിന് നിങ്ങളുടെ ഭാവി കളയണം? എന്തിന് നിങ്ങളുടെ നിത്യജീവൻ നിങ്ങൾ കളയണം? മരണത്തെ പേടിക്കുകയല്ലേ? പ്രിയപ്പെട്ടവർ മരിച്ചാൽ എങ്ങോട്ട് പോകും? എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിട്ടുപോയി, എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ വിട്ടുപോയി, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടുപോയി. കരയാതെ നിൻ്റെ കണ്ണുനീർ അടക്കിക്കൊള്ളുക. നീ സഭയിലേക്ക് വരിക. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള യേശുക്രിസ്തുവിനെ പരിചയപ്പെടുക. മരണത്തോടുള്ള നിൻ്റെ ഭയം മാറും. കാരണം അവൻ നിനക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. നിൻ്റെ നിരാശകളെ അവൻ മാറ്റുന്നു. നിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ദരിദ്രനായ ഒരു മനുഷ്യൻ എത്ര ആശ്വാസമാണ്. നിന്നെ സമ്പന്നനാക്കാൻ നിൻ്റെ അധ്വാനമോ നിൻ്റെ വിദ്യാഭ്യാസമോ നിൻ്റെ ജീവിതം നന്നാകാൻ, ക്യാരക്ടർ നന്നാകാൻ നിൻ്റെതായ ഒരു ശക്തിയോ വേണ്ട. ഇത് ദൈവം തരുമെന്ന് പറയുമ്പോൾ എത്ര ആശ്വാസമാണത്. അതെ, സുവിശേഷം ആശ്വാസമാണ് തരുന്നത്. സുവിശേഷം നിങ്ങളിൽ നിന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. സുവിശേഷം ക്രിസ്തുവിനെ നിങ്ങൾക്ക് തരുന്നു. അവനാൽ നിങ്ങൾക്ക് ജീവിക്കാം. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ കർത്താവിനാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. നിങ്ങളുടെ മുമ്പിൽ ഈ ലോകം വെച്ചിട്ടുള്ള ഹഡിൽസുകൾ, പ്രതിബന്ധങ്ങൾ നിങ്ങൾ ചാടിക്കടക്കേണ്ടതാണ്. അതിനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, അത് മാനവവർഗത്തിൻ്റെ മുഴുവൻ ശത്രുവാണ്. ഈവിൾ സ്പിരിറ്റാണ്. കണ്ണുകൊണ്ട് അവനെ കാണാൻ കഴിയുകയില്ല. അവനാണ് കലഹമുണ്ടാക്കുന്നത്, അവനാണ് രോഗം വരുത്തുന്നത്. അവൻ മനുഷ്യൻ്റെ ശത്രുവാണ്. മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ആണ് അവൻ നിങ്ങളുടെ ശത്രുവായിരിക്കുന്നത്. അവനെ നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥനയാൽ, വചനധ്യാനത്താൽ, വചനമെന്ന വാളിനാൽ തോൽപ്പിക്കാം. നിങ്ങൾക്ക് അവൻ്റെ കോട്ടകളെ ഇടിക്കാം. അവൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാം. നിങ്ങളുടെ തടഞ്ഞു വച്ചിരിക്കുന്ന നന്മകളെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം. വെളിച്ചം നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ വെളിച്ചം. വൈകുന്നേരം നമ്മുടെ വീടുകളിൽ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. എല്ലാ മുറിയിലും ലൈറ്റുണ്ട്. കള്ളന്മാർ വന്നാൽ അടുക്കാതിരിക്കാൻ വേണ്ടി പുറത്ത് ലൈറ്റ് ഇടുന്നുണ്ട്. എന്നാൽ ഈ വചനത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവിടെ അന്ധകാര ശക്തികൾ വരികയില്ല, ഭൂതങ്ങൾ വരികയില്ല, സാത്താൻ വരികയില്ല. രോഗം കൊണ്ടുവരുന്ന, ദുരിതം കൊണ്ടുവരുന്ന, ചതി കൊണ്ടുവരുന്ന, നുണ കൊണ്ടുവരുന്ന സാത്താനെ ഈ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഓടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾ വചനത്തിലേക്ക് വരിക, വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ സഭയിലേക്ക് വരിക. അതെ, വിശുദ്ധന്മാരുമായിട്ട് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുക. അത്ഭുതകരമായൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. മനുഷ്യരെ നോക്കരുത്. അവർ ഇപ്പോൾ നിങ്ങളെ കുറ്റം പറയും. പക്ഷേ നിങ്ങൾ നന്നായി കഴിയുമ്പോൾ അവർ നിങ്ങളുടെ പക്ഷം ചേരും, നിങ്ങളെ അംഗീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം കൃപ നൽകട്ടെ. ആമേൻ.